ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യാശ്രമം. ദമ്പതികളാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആംബുലൻസ് ഡ്രൈവറായ ബിനുവും ഭാര്യ ബിൻസിയുമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. കോടതിക്ക് മുന്നിൽ ആംബുലൻസിൽ വെച്ചാണ് ഇവർ വിഷം കഴിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ്. എന്താണ് അവർ ഈ ഒരു തീരുമാനത്തിലേക്ക് അവരെ നയിച്ചത്? എന്താണ് ഇപ്പോൾ അവരുടെ ആരോഗ്യനില? ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് സംഭവം. ഈ ബിനു എന്ന് പറയുന്ന ദമ്പതികളിലെ ഭർത്താവ് ഇത്തരത്തിൽ ആംബുലൻസ് ഡ്രൈവറാണ്. ആംബുലൻസിൽ ഇന്ന് 6:30 ഈ സ്ഥലത്തെത്തുകയും തുടർന്ന് ആംബുലൻസിനകത്ത് വെച്ച് ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഈ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ ആ വീഡിയോയിലും പിന്നെ തൊട്ടടുത്തുള്ള ഒരു ആത്മഹത്യ കുറിപ്പിലുമെല്ലാമാണ് ഇത് സംബന്ധിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ളത്. ഇതിൽ ഒരു ആലുവ സ്വദേശിയായിട്ടുള്ള ഒരു ജഡ്ജിയും ചില പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ വലിയ രീതിയിൽ മാനസികമായും സാമ്പത്തികമായും പീഡിപ്പിക്കുകയാണെന്നും ചൂഷണം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ആധാരം ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ആളെ വെച്ച് ഒരു വ്യാജ ലൈംഗികാരോപണ പരാതി നൽകുകയും ഇതിൻ്റെ പേരിൽ ഈ ജഡ്ജി അടക്കം സ്വാധീനം ചെലുത്തി തന്നെ നേരിട്ട് ഇത്തരത്തിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ്. ചില സ്വർണവും പണവും എല്ലാം ആവശ്യപ്പെടുന്നു. ഇതിലെതിരാണ് അല്ലെങ്കിൽ ഇതിൽ മനമെടുത്തുകൊണ്ടാണ് തങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ഈ ദമ്പതികൾ പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്നതും അതുപോലെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിലും അതാണ് പറയുന്നത്. അങ്ങനെ ഇവർ വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിക്കുകയും വിഷം കഴിക്കുകയാണ് ചെയ്തത്. പക്ഷേ പോലീസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ രണ്ടുപേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന ഈ സംഭവത്തിൽ പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.